നാടോ റഹീമേ. എടാ ജോർജ്, വലിയൊരു ഉപകാരമാണ്. ഇതിലെന്തിരിക്കുന്നടാ? ഇതിപ്പോ എത്രയുള്ളത്? എണ്ണി നോക്ക്. അതിപ്പോ എണ്ണൊന്നും വേണ്ട, പറഞ്ഞതില്ലേ 3 രൂപ ഉണ്ട്. ഓക്കേടാ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ആൾ ദി ബെസ്റ്റ്. താങ്ക് യുടാ. റഹീമേ, ജോർജ് എവിടുന്ന ഈ വൈക്ക്? ഒന്ന് അങ്ങാടി വരെ പോനാ തന്നെ. എന്താ നടിയിലേക്ക് കഴിഞ്ഞോ? ആ, ഒരു വിധമൊക്കെ അവിടെ ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇത് ഉഷാറാവട്ടെ. എടാ, ഇതൊക്കെ എൻ്റെ ഒറ്റ സഹായം കൊണ്ടാട്ടോ അതൊക്കെ നടന്നത്. ഒന്ന് പോടെ നടക്കട്ടെ കേട്ടോ. ഉഷാറാവട്ടെ. കേട്ടോ. ആ, ഓക്കെ ഓക്കെ, എന്നാ പോയോ. അവിടെ ഒരു 3-4 കോലേ പഴുത്തുണ്ട്, അത് വെട്ടാൻ. അത്യാവശ്യം കൊല ഉണ്ടല്ലോ. അതിന് മുമ്പത്തെ മാതിരി വിലല്ലേ ഇപ്പളേ, വില വളരെ കമ്മിയാണ്. എന്നാലും നഷ്ടമൊന്നും വരില്ല. ആ, നഷ്ടമൊന്നും വരൂല. ഇത് ഇവിടെ കഴിഞ്ഞിട്ട് വേണേ നമുക്ക് അപ്പുറത്തെ തോട്ടം ഇന്ന് നോക്കിയാലും നാളെ വരാൻ മറ്റന്നാ വരാറിഞ്ഞിട്ടേ ഇങ്ങനെ വണ്ടി കയറ്റണം. നാളെ നമുക്ക് എന്തായാലും നാളെ എന്തായാലും വെട്ടണം. പൈസ നാളെ തന്നെ കിട്ടുമല്ലോ അല്ലേ? നാളെ തന്നെ ഉറപ്പാ. ലോഡ് കയറ്റിയേക്ക് പൈസ റെഡി. ആ, ഇത് കിട്ടിയിട്ട് വേണം അതൊക്കെ പാടെ ഒന്ന് കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കാൻ. ഇതിനൊന്നും ബേജാറ് വേണ്ട. എന്നായിക്കോട്ടെ, അങ്ങനെ. വാഴക്കൊല വെട്ടുക? ഇല്ല, ഇന്നോ നാളായിട്ട് വെട്ടും. റഹീമേ, എന്റെ തോട്ടത്തിൽ മൊത്തം ആന കയറിയിട്ട് വാഴ കംപ്ലീറ്റ് ഉപയോഗിക്കണം. ഞാൻ എന്താ ചെയ്യാ? പോയടാ ജോർജ്, എല്ലാം പോയി. ഊട്ടിത്തെ പൈസ കിട്ടിയില്ലല്ലോ. അതൊരു നാളെ തരാറിഞ്ഞൂടെ? അറിഞ്ഞില്ലേ, ആനക്കൂട്ടം വന്ന് വാഴയൊക്കെ മൊത്തം ചവിട്ടി നിരത്തി ഫ്ലാറ്റാക്കി. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് ചെയ്യാനാ? അല്ല, എന്താ ഇപ്പൊ വന്ന്? അത് കൊടുക്കാൻ പൈസ കുറെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോ ഇത് വെട്ടിയിട്ട് കൊടുക്കണം എന്നാ കരുതിയിരുന്നത്. അപ്പൊ ഈ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരികയാണെങ്കിൽ. ഞാൻ എന്താ ചെയ്യാനാ അറിയുമായി? ഈ കൊല വെട്ടിയിട്ട് വേണ്ടേ മറ്റവർക്ക് ലോഡ് കൊടുക്കാനും? അപ്പൊ അതും പോയി. ഈ ലോഡ് കയറ്റിയാലല്ലേ എൻ്റെ കയ്യിലും പൈസ ഇട്ടുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എനിക്കൊരു 5001 അഡ്വാൻസ് തന്നിരുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, ഇല്ലെങ്കിൽ അതും വേണ്ട. ഞാനത് ഒഴിവാക്കി. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ? എന്താ ചെയ്യാ അറിയുമ്പോൾ? ശരി, ഞാൻ വരാം. എന്തായി? ഞാനിപ്പോ പോകാത്തൊരു സ്ഥലമല്ല. എനക്കറിയാലോ ഞാൻ ഏത് സാഹചര്യത്തിലാണ് പൈസ ഉണ്ടായി തന്നത്. അതൊക്കെ എൻ്റെ പത്രം വെച്ചിട്ടാണ് അത് വാങ്ങിയത്. ഇപ്പം എന്താ വെച്ചാൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഭാര്യ ഒരു സമാധാനവും തരുന്നില്ല. ഇതെന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടായിക്കൊണ്ടാ. ആ പലിശയ്ക്ക് പലിശ ഒന്ന് കെട്ടാലോ? അല്ല, ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിട്ട് യാതൊരു സമാധാനം തരുന്നില്ല. എന്തായാലും ഇനി അധികമൊന്നും വൈകൂല. ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, ശരിയാക്കി തരാം. ഞാൻ പോട്ടെ. എന്നായിക്കോട്ടെ. പറയട്ടാ. ആ, റഹീമല്ലേ? ആ, ഒരു 38,000 രൂപ ബാലൻസ് ഉണ്ടല്ലോ. ആ, അതെ,
നിങ്ങൾ ഒരാഴ്ചയും കൂടി എനിക്കൊന്ന് ടൈം തരും. അതിനതെന്താണെന്നറിയോ, വാഴ മൊത്തം ആന അടിച്ചു പോയില്ലേ, നമ്മളെന്താ ചെയ്യുക? ആ ആനൊക്കെ തറപറാന്ന് ചവിട്ടൽ തന്നെയാണ്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കമ്പനിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? ഇല്ല, ഒരാഴ്ചൻ്റെ അപ്പുറം പോകില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെ. എന്തറിയുമ്പോൾ ഒരാഴ്ച ഇപ്പം 3-4 ആഴ്ച ആയിപ്പതേ. മാക്സിമം പോയാൽ ഒരാഴ്ച കേട്ടോ, അപ്പോഴേക്ക് ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഈ ഒരൊറ്റ ആഴ്ച കൂടിയും കാത്തുട്ടോ, പിന്നെ വാക്ക് മാറാൻ നിൽക്കരുത്. കാരണം എന്താ പറയുക, എനിക്ക് വേറെ പണിയുണ്ട്. ഇത് മാത്രം നിങ്ങൾ പിന്നാലെ അടക്കൽ മാത്രമൊന്നുമല്ല. ഇല്ല ഇല്ലേ, അതിൻ്റെ അപ്പുറം പോകില്ല, മാക്സിമം ഒരാഴ്ച കേട്ടോ. ഒറ്റ ആഴ്ച പറഞ്ഞാൽ പിന്നെ ഒരു വാക്കില്ല കേട്ടോ, നിർത്തിക്കളാം. ഓരോരുത്തർമാരെ പരിപാടി. ரஹீம் பாய் பாய் என்னங்க பாய், அன்னைக்கு உதவி கேட்டீங்கன்னு சொல்லிட்டு நான் பணம் வாங்கிட்டு வந்து கொடுத்தேன். இப்போ அவன் வந்து சத்தம் போட்டு வீட்டில் உட்காந்துருக்கான். வீட்லேயே பிரச்சனை வருது, சீக்கிரம் அதை பார்த்து கொடுக்கக்கூடாதா? ஆனால் അതെന്താ വാഴ വെട്ടാൻ ടൈമിൽ അത് മൊത്തം അടിച്ച് നിരത്തി പോയി. விவசாயத்தில் எதுக்கு போடுறீங்க? யானை எல்லா பக்கம் வருதுன்னு தெரியுது, மறுபடியும் விவசாயத்தில் போட்டு ஏன் மாட்டுறீங்க? ஏதாவது ஏற்பாடு பண்ணி சீக்கிரம் கொடுங்க. இப்போது உங்களுக்கும் பணம் இல்லாமல் எனக்கும் இல்லாமல் அவனும் கடைக்காரன் வந்து வீட்டில் எனக்கிட்ட உட்காந்துருக்கான். தயவுசெய்து கொஞ்சம் சீக்கிரம் கொடுங்க போய். நல்லா பழகிட்டோங்கனால சொல்கிறேன். சரி வரட்டுமா? ഒരു ഒറ്റ ആഴ്ച കൂടി എനിക്ക് ടൈം തരും. ഓക്കെ കേട്ടോ, ഓക്കെ. എത്ര പ്രാവശ്യം പറഞ്ഞു അത് ഗൾഫ് മതിയാക്കി പോരണ്ടാന്ന്. വലിയ കൃഷിക്കാരൻ വന്നിരിക്കണം. നാട് മുഴുവൻ കടാക്കിയപ്പോ സമാധാനമില്ലപ്പോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാക്കി. ഈ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കുറച്ച് പൈസ കൊണ്ടാ ഞാൻ തിരിച്ചു തരാം, കടായിട്ട് മതി. ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? ഇന്റെ അടുത്ത് 5 പൈസ കിട്ടും വിചാരിക്കണ്ട കേട്ടോ. പലവട്ടം ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ കൊണ്ട് ഈ പണിയൊന്നും പറ്റില്ലാന്ന്. ഇനി അനുഭവിച്ചോ. ആ ഗൾഫ് തന്നെ നിന്നാ മതിയായിരുന്നില്ലേ? എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഏത് നേരം നോക്കിയാലും വീടിന്റെ ഉമ്മർത്ത് കടക്കാരാ. നാശം. ആളുകളെ അടിയിൽ നടക്കാൻ പറ്റാതെ ആയടി. എടി തൽക്കാലം നമ്മളെ കടങ്ങളൊക്കെ വീട്ടാനേ നമുക്ക് ഈ വീടാണ് വിൽക്കാം. എന്ത് വീട് വിൽക്കാനോ? ഞാൻ സമ്മതിക്കൂല കേട്ടോ. അതിനിപ്പം എന്റെ വീട് വിൽക്കാൻ നിന്റെ സംഭവം എനിക്ക് വേണ്ടല്ലോ. നിങ്ങളുടെ വീടോ? ഇത് എന്റെ പേരിലാണ്. ഞാൻ 10-30 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിപ്പോ ഇന്റേതല്ലാതെ ആയ. അതൊന്നും ഇപ്പൊ എന്നോട് പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. ഇങ്ങനെ ഫോൺ ചെയ്തിട്ടും കാണുമ്പോഴൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. വരുത്തി വെച്ചതല്ലേ? എന്നാ പിന്നെ തൽക്കാലം നമുക്കിത് പണയം വെക്കാം. പണയം വെക്കാനോ? എന്നിട്ട് എവിടുന്ന് എടുത്ത് കിട്ടും? ഞാൻ സമ്മതിക്കൂല, എന്റെ മോനും സമ്മതിക്കൂല. നിങ്ങൾ എന്താ ചെയ്തു? 10 വയസ്സക്ക് ഉപകാരമില്ലാത്തൊരു മനുഷ്യൻ. നാശം. ഒന്ന് നീറ്റ് പോയി എവിടെയെങ്കിലും പണ്ടാരാണെങ്കിൽ കൂടും. ஆமா, என்னத்த போராட்டம் பண்ணி எத்தனை போராட்டம் பண்ணியாச்சு. கிடைக்கிற காசை வாங்கிட்டு போவீங்களா? அதுவும் சரிதான். சார் வராரு. தம்பி
ஓடி கொஞ்சம் மேலே தூக்குங்க. நல்ல மனுஷன் எப்படி போயிட்டார் சார்? அதை கொஞ்சம் கூட எதிர்பார்க்கல நான். എന്ത് ചെയ്യാനാ, മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. அதான் பிஜி சார். ആന വരുത്തിയ കടം ആനെ കൊണ്ടാണ് അയാൾ വീട്ടി എന്നേ എനിക്ക് പറയാം. இந்தா சார் வந்துட்டாங்களே. ஓகே சார். தம்பி, எங்களுக்கும் வருத்தமாக தான் இருக்கு. என்ன பண்ணுறது? செக்கு கொண்டது இருக்கு, வாங்க தம்பி வாங்கிக்க. இந்த ஒரு பாக்கில் இருந்துச்சு. அப்படியா சார்? ஏதோ கணக்கு எழுத மாதிரி தெரியுது, கொஞ்சம் பாருங்களேன். சார் இது என்னன்னு பாருங்க சார். பாருங்க சார். சார் ஒன்றும் இல்லை சார், அவர் கொடுக்க வேண்டிய கணக்கு எழுதி வச்சுருக்காரு. அப்படியா? சரி, நான் வரேன். தேங்க்யூ சார். அப்புறம் எதாக இருந்தாலும் என்ன காண்டாக்ட் பண்ணுங்க. இதில் 10 லட்ச ரூபா இருக்கும், பார்த்து பண்ணிக்கங்க. പാപ്പ കൊടുക്കാനുള്ള ഇടപാടുകളൊക്കെ അറിയാമല്ലോ, അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. അവിടെയെങ്കിലും അയാൾ മനസ്സമാധാനം ഒന്ന് കിടന്നോട്ടെ. അതായത് കൊടുക്കാനുള്ള ചില്ലറ പൈസയുടെ കണക്ക് ഇതിനകത്ത്.